ടോപ്പിക്ക് പ്രായമായി കഴിഞ്ഞ മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ചെറുപ്പകാലത്ത് നമുക്കതൊന്നും തോന്നില്ല. ചെറുപ്പകാലത്ത് ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർ പ്രായമായി ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവരെല്ലാം അന്വേഷിച്ച് എല്ലാവരുടെ കാര്യങ്ങളും ഭംഗിയായി നടത്തി അന്വേഷിച്ച് എല്ലായിടത്തേക്കും പോക്കും വരവും നടത്തി എല്ലാവരുമായിട്ട് കണക്ഷനായിട്ട് നടക്കുന്ന ആളുകൾ അവർ പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരിപ്പിലായി കഴിഞ്ഞാൽ അവരുടെ വിചാരം എന്നിട്ട് അവർക്ക് വയ്യായികളോ അതൊന്നല്ല, അവർക്ക് ആദ്യത്തെ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം എല്ലായിടത്തേക്കും. നമ്മളെ മനുഷ്യർക്കൊരു പ്രത്യേകതയുണ്ട്. പ്രായമായാലും ശരീരത്തിനാണ് പ്രായം, പക്ഷേ അവരുടെ മനസ്സിലെപ്പോഴും ആ ചെറുപ്പകാലത്ത് ഓർമ്മകളും ചെറുപ്പമാണ് മനുഷ്യൻ്റെ മനസ്സല്ലേ. അപ്പോൾ അവരൊക്കെ വയ്യാതായി പോവാൻ പറ്റണില്ല എന്ന് അങ്ങനെ തോന്നണില്ല അവർക്ക്. അപ്പോൾ മക്കൾക്കാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്, ഇവർ മൂത്രസഞ്ചിയും അതൊക്കെ പിടിച്ച് കൊണ്ടുപോകാനൊക്കെ. പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ ബന്ധത്തിലൊരു മാവൻ്റെ അമ്മായിയുടെ കാര്യം കണ്ടിട്ടുണ്ട് കേട്ടോ. അവർ നല്ല നല്ല ജോലിക്കാരായിരുന്നു രണ്ടാളും. പക്ഷേ ഇപ്പോൾ അവർക്ക് പ്രായമായി 90 വയസ്സൊക്കെ കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഇനിയുള്ള കാലത്ത് ഇങ്ങനെ കാണില്ല, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വയസ്സായിരിക്കുന്നൊന്നും കാണില്ല. ആരെങ്കിലുമൊക്കെ മുന്നേ പോവും, പിന്നെ ഒരാളെ ഉണ്ടാവുള്ളൂ. പണ്ടത്തെ ആൾക്കാരിൽ മാത്രമേ അപൂർവമായിട്ട് ഭാര്യയും ഭർത്താവും ആയിട്ടുള്ള ഇപ്പോൾ അപൂർവമായ കാഴ്ചയാണ് പ്രായമായവർ ഒരുമിച്ചിരിക്കുന്നത്. ഇവർ രണ്ടാളും ഒരുമിച്ചുണ്ട്, പക്ഷെ ഇവർക്ക് അധികം ഓർമ്മയില്ല. ആ അമ്മായിയാണെങ്കിൽ അവർക്ക് ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. അപ്പോൾ അവർക്കിപ്പോൾ ഓർമ്മയില്ല ആര് മരിച്ചു, അടുപ്പത്തിലുള്ള ആര് മരിച്ചവരെ അറിയണില്ല. പക്ഷെ മാമനാണെങ്കിൽ നല്ല ജോലിക്കാരന് സർവേയിലൊക്കെ. അപ്പോൾ ആൾക്കാണെങ്കിൽ ചിലതൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ അത് എല്ലായിടത്തേക്കും പോകണം ആൾക്ക്. ആണെങ്കിൽ പിന്നെ മൂത്രം പോകാനൊക്കെ മൂത്രസഞ്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ മക്കൾക്കായാലും ഇങ്ങനെ എവിടെയെങ്കിലും മരിച്ചാൽ ഇടയ്ക്ക് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഈ മാമനാണെങ്കിൽ എല്ലായിടത്തേക്കും പോകണം. പറഞ്ഞു വരുന്നത് മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളല്ലേ. അപ്പം ഞാൻ അവരെ കാണുമ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക, എന്തെല്ലാം എത്ര റെസ്പെക്റ്റ് ചെയ്ത് ഇങ്ങനെ പിന്നെ നമ്മളൊക്കെ റെസ്പെക്റ്റ് ചെയ്ത അവരൊക്കെ വരുമ്പോൾ വലിയ ബഹുമാനത്തിലാണ് നമ്മൾ. പിന്നെ ആ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവർ ആര് വന്നാലും ചായ ഉണ്ടാക്കി തരലും നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരും. അപ്പോൾ ആ ഓർമ്മകളൊക്കെ നമുക്ക് ആ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് വരും കേട്ടോ. ഇപ്പോഴായാലും അമ്മായിക്ക് തീരെ വയ്യ, എന്നാലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് പോകണമെന്നുള്ള ചിന്തയാണ്. കാരണം നമുക്ക് തരണം, നമുക്ക് ആളുടെ അവസ്ഥ മനസ്സിലാക്കണില്ല. അപ്പോൾ ഒരു തട്ടിലുമേ ഈ അമ്മായി പ്രായമായിട്ടിരിക്കുക, ഈ ശരിക്കും ഓർമ്മയില്ല. മറ്റേ കട്ടിലുമ്മയാണെങ്കിൽ മാമന് വയ്യാണ്ട്, എനിക്ക് ഓർമ്മയുണ്ട് കുറേശ്ശെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ പല മനുഷ്യൻ്റെ ഒരവസ്ഥകൾ ഞാൻ ചിന്തിച്ചു പോകും. അതാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഇനി ഇങ്ങനെ കാഴ്ചകൾ കാണാൻ പറ്റില്ല. എത്ര വയസ്സ് വരെയൊന്നും നമ്മൾ ജീവിച്ചൊന്നും വരും. 70 വയസ്സ് വരെ തന്നെ ഇരിക്കുമെന്ന് അറിയാൻ പറ്റില്ല. അത്രയാണ് ഇപ്പോഴത്തെ ആളുകളുടെ കാര്യങ്ങൾ. പണ്ടത്തെ മണ്ണും അതിനൊക്കെ നല്ല ബലമല്ലേ. പണ്ടത്തെ മനുഷ്യനൊക്കെ നല്ല ബലം അങ്ങനെ പറയാറില്ലേ. അതുപോലെ ഇപ്പോഴത്തെ മനുഷ്യർക്കൊക്കെ ഇങ്ങനെ ആയുസ്സൊന്നും അധികം ഉണ്ടാവില്ല. അവർക്ക് ഇങ്ങനെ കിടന്നും മരിക്കലൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഒരു വൈറലായ ഒരു മുത്തശ്ശിയുടെ കാര്യം കേട്ടില്ലേ. എത്ര 100 എത്രയുണ്ടൊക്കെ വയസ്സായിട്ടുണ്ട്. എന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു അമ്മ പറയണത് കേട്ടോ.
അമ്മൂമ്മയ്ക്ക് മരിക്കാൻ പേടിയാണെന്ന്. 100 ചില വയസ്സായി, എന്നിട്ട് അമ്മൂമ്മയ്ക്ക് മരിക്കാൻ പേടിയാണെന്ന്. അപ്പം മനുഷ്യരുടെ ഓരോ അവസ്ഥകൾ, ഓരോ അവസ്ഥകൾ ആലോചിക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി വേറെ ദിവസം വരാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.